നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇതാണ് ചാപ്റ്ററാണ് പഠിക്കുന്നത്, റൂൾ ബേസ്ഡ് സിസ്റ്റം ആൻഡ് അതർ ഫോർമുലിസം. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം, ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റം, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇത് നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിനിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ ടു ക്രിയേറ്റ് മോഡൽസ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ സം കമ്പ്യൂട്ടിംഗ് equipment. In this respect, the task of a computer science is to create, in addition to a model of the problem domain, a model of an expert of the domain of the sub-problem solver. നമ്മൾ ഏതൊരു ഇത് പ്രോഗ്രാമും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കും, എന്നിട്ട് ഇതിനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആക്കിയെടുക്കും. Who is highly skilled in a solving problem from the domain under considerations. And the concerned field relates to the field of expert system. അങ്ങനെയാണ് ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ എല്ലാം ഒരു ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് അതിനെ വർക്കൗട്ട് ചെയ്ത് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത്. First of all, we understand that an expert system is nothing but a computer program or a set of computer program which contains the knowledge and some inference capability of an expert. Most generally, a human expert in a particular domain. An expert system is supposed to contain the capability to do some conclusion based on the input problem. The system already contains some pre-existing informations, which is processed to infer some conclusion. Expert system belongs to the branch of computer science called artificial intelligence. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് അറിയാം അതിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരും. ബ്രാഞ്ച് ആയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. അതിനെയാണ് ദ എക്സ്പെർട്ട് സിസ്റ്റം ബിലോങ്സ് ടു ദ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം. An expert system is a computer program that possesses or represents knowledge in a particular domain, has the capability of processing, manipulating or reasoning with the knowledge with a view to solving a problem, achieving or to achieve some specific goal. അപ്പൊ നമ്മൾ പറയാം എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം ആണ്. നമ്മളറിയാം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം C, C++, VB, വിഷ്വൽ ബേസിക്, .NET, ASP.NET ഇങ്ങനെയൊക്കെയുള്ള നമ്മളൊരു പ്രോഗ്രാം വെച്ച് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെർട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വെച്ചാൽ ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതിന് മാക്സിമം നോളജും അങ്ങനെ എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് അതിന്റെ ഒരു മോഡലെത്തി അതിന്റെ ഒരു ഫൈനലായിട്ട് അച്ചീവിങ് ഗോളിലാക്കി നമ്മൾ അതിന്റെ ഒരു മോഡലാക്കി മാറ്റിയാണ്. അതിന് എക്സ്പെർട്ട് സിസ്റ്റം ഈസ് എ computer program that process or represent knowledge in a particular domain, has the capability of processing or manipulating a reasoning with this knowledge with a view to solving a problem in some achieving or achieve to specific ഏതെങ്കിലും ഒരു പ്രത്യേക ഗോളിന് വേണ്ടി ആയിരിക്കും നമ്മൾ അതെങ്കിലും ഒരു ഇതിനെ എടുക്കുന്നത്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ടെസ്ല എന്നൊക്കെ ഉള്ള ആണെങ്കിൽ അതിനെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു പ്രത്യേക ഇതിനു വേണ്ടി തന്നെ നമ്മൾ അതിനെ ഒരു പ്രോഗ്രാമിനെ സെറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി ആക്കുന്നു. അപ്പൊ നമ്മളിപ്പം ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഒരു കേസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഇതിനു വേണ്ടിയായിരിക്കും. കാരണം ഒരു ആരുടെ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ തന്നെ അതിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ പ്രോബ്ലത്തിനെ ആ രീതിയിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിന്റെ ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി നമ്മൾ അതിനെ ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള രീതിയിൽ അതിന്റെ പാർട്ടിലേക്ക് ആക്കി എടുക്കുന്നത്. അതായത് നമ്മൾ അതിന്റെ അകത്ത് മാൻ പവർ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം റിട്ടേൺ ടു അച്ചീവ് expert level competence in solving problems of a different domains are called a knowledge based system. A knowledge based system is any system which performs a job or task by applying rule of thumb to symbolic representation of knowledge instead of employing most algorithmic or statistical methods. Often the system is reserved for
Programming whose knowledge base contains the knowledge used by a human expert, contrast to knowledge gathered from the textbook or a non-expert. But more often than not, the two terms expert system and knowledge-based system are taken as a synonyms. അപ്പം ഇതിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനകത്ത് മാക്സിമം നോളജ് എന്തൊക്കെ നമുക്ക് അതിനകത്തുണ്ടോ അത്രയും നോളജ് കൊടുത്ത് ഒരു ഹ്യൂമന്റെ ബ്രെയിൻ പോലെ അതിനെ നമ്മൾ എക്സ്പെർട്ട് ആക്കി എടുക്കുകയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത്. കാരണം അത് മനുഷ്യനാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആ ഒരു ഇന്റലിജൻസ് അപ്പൊ അത്രയും മാത്രം നമ്മൾ ഡേറ്റയും സംഭവങ്ങളും എല്ലാം കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. One of the underlying assumption in artificial intelligence is that intelligent behavior can be achieved through the manipulation of symbol structure. നമ്മളത് പറഞ്ഞു, അതായത് ഇന്റലിജന്റ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞ. വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂസ് ഇൻ AI is to find appropriate representation of problem elements and available actions as a symbol structure so that the representation can be used to intelligently solve the problems. അതായത് നമ്മൾ സിമ്പിളിനെ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഓരോന്നിനും വേണ്ടി ഓരോ സിമ്പിൾ, അപ്പൊ നമ്മൾ ഓരോ ഇതാണെങ്കിൽ അതിന് ആ ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഉപയോഗിക്കാം. ഇൻ AI, an important criteria about a knowledge representation schema or language is that they should support inference. For intelligent answer, the inferencing capability is essential in view of the fact that we can represent explicitly everything that the system might ever need to know. Some of things have to be left implicit to be inferred, deducted by the system as when we needed in a problem solving. ഇനി പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതിനായിട്ട് ആവശ്യമില്ലാത്തതിനെ കുറെയൊക്കെ റിമൂവ് ചെയ്യുന്നു, ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇൻ ജനറൽ ആയിട്ട് ഗുഡ് നോളജ് റെപ്രസെന്റേഷൻ സ്കീമ ഷുഡ് ഹാവ് ദ ഫോളോയിങ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം ഒരു ഗുഡ് നോളജ് റെപ്രസെന്റേഷൻ സ്കീമ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It should allow us to express the knowledge we wish to represent in a language. അതായത് നമുക്കൊരു ലാംഗ്വേജിന്റെ ഒരു ബേസ് വേണം എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എവരി സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻസ് ഓൺ എ ഡൊമൈൻ നീഡ് നോട്ട് ബി റിഫ്ലെക്സിബിൾ ഈസ് നോട്ട് എക്സ്പ്രസിബിൾ ഓൺ എ ഫസ്റ്റ് ഓർഡർ ലോജിക്ക്. അപ്പൊ നമുക്കറിയാം അതിന് ഏതൊരു ഇതും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ മാത്സിലാണെങ്കിൽ ഫോർ ഓൾ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് അലോ ന്യൂ നോളജ് ടു ബി ഇൻഫേർഡ് ഫ്രം എ ബേസിക് സെറ്റ് ഓഫ് ഫാക്ട് ഓർ ആസ് ഡിസ്കസ്ഡ് എബോവ്. ഇറ്റ് ഷുഡ് ഹാവ് എ വെൽ ഡിഫൈൻഡ് സിന്റാക്സ് ആൻഡ് സെമാന്റിക്സ്. അപ്പം ഇതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്കറിയാം, അതായത് നമ്മളിപ്പം ഒരു പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ ഫ്ലോട്ട് ഏതാണ്, ഇൻഡിജർ ഏതാണ്, അങ്ങനെ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ഏതൊക്കെ ഡേറ്റാസ് നിന്നാണ് വാല്യൂസ്, ഏതൊക്കെ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്ത് ഏത് ലാംഗ്വേജ് വെച്ചാണ്. ഇപ്പൊ നമ്മൾ VBA എന്നുള്ള ഒരു ലാംഗ്വേജ് ആണെങ്കിൽ വിഷ്വൽ ബേസിക്കിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിനുവേണ്ടി ഒരു സിന്റാക്സും കാര്യങ്ങളൊക്കെ കാണും, അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. വിഷ്വൽ ബേസിക് .NET ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും, ASP ആണെങ്കിൽ അങ്ങനെ ചെയ്യും, C# ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ ലാംഗ്വേജിനും നിങ്ങൾ പഠിച്ചിരിക്കുന്ന C++, അങ്ങനെ ഓരോ ലാംഗ്വേജും അതിൻ്റെതായ ഓരോ സിമ്പിൾ റെപ്രസെന്റേഷൻ ഒക്കെ കാണും. അപ്പൊ അതെല്ലാം റെപ്രസെന്റേറ്റ് ചെയ്ത് അങ്ങനെ ഓർഡറിലാക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബിൽഡിംഗ് എ എക്സ്പെർട്ട് സിസ്റ്റം ഈസ് നോൺ ആസ് ദ നോളജ് എൻറ്ററിംഗ് ആൻഡ് ഈസ് practitioners are called the knowledge engineers. If the job of the knowledge engineer to ensure to make sure that the computer has all the knowledge need to solve the problem. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് അതിനുള്ള എല്ലാ നോളജും ഉണ്ടായിരിക്കാം. The knowledge engineer must choose one or more forms in which to represent is required knowledge. That is, she must choose one or more language representation schema. A number of knowledge representation scheme like a predicate logic, semantic nets, frames, scripts, and rule-based system, etc. We will discuss them in this unit. Some particular knowledge representation schemes are. അപ്പൊ ഇതിനകത്ത് നമ്മൾ ട്രെയിൻ ആയിട്ട് പഠിക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലോജിക്ക്, സെമാന്റിക് നെറ്റ്വർക്ക്സ്, ഫ്രെയിംസ്, സ്ക്രിപ്റ്റ്സ് ആൻഡ് റൂൾ ബേസ്ഡ് സിസ്റ്റം. വേറൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്നാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിന്റെ ഓരോരോ സ്റ്റെപ്സ് ഓരോന്നിനും വേണ്ടി എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി റൂൾ ബേസ്ഡ് സിസ്റ്റം.
we know that the planning is the process that explores the structure of the problem under consideration for designing a sequence of action in order to solve the problem under consideration. അപ്പൊ നമുക്കറിയാം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടാകും. ഇൻ ഓർഡർ ടു പ്ലാൻ എ സൊല്യൂഷൻ ദ പ്രോബ്ലം വൺ ഷുഡ് ഹാവ് ദ നോളജ് ഓഫ് ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്രോബ്ലം ഡൊമൈൻ അണ്ടർ കൺസിഡറേഷൻ. ഫോർ ദ പർപ്പസ് ഓഫ് പ്ലാനിങ് എ പ്രോബ്ലം എൻവയൺമെന്റ്സ് ആർ ഡിവൈൻഡ് ഇൻ 2 categories. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ആദ്യം അത് എന്താണെന്ന് നമുക്കത് പ്ലാൻ ചെയ്യണം, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു കറി വെക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്ക് അറിയത്തില്ലാത്തൊരു കേസിലാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യും. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്ത് അതിന് വേണ്ട സാംക്രമിക സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു കറി വെക്കാൻ വേണ്ടി പോകത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചതിന് ശേഷം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഡിവൈഡ് ഇൻ 2 categories: ക്ലാസിക്കൽ പ്ലാനിങ് എൻവയൺമെന്റ് ആൻഡ് നോൺ ക്ലാസിക്കൽ പ്ലാനിങ് എൻവയൺമെന്റ്. ദ ക്ലാസിക്കൽ പ്ലാനിങ് എൻവയൺമെന്റ്സ് ഡൊമൈൻസ് ആർ ഫുള്ളി ഒബ്സർവബിൾ ആയിരിക്കും, ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, അതിന്റെ ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതായത് ക്ലാസിക് പ്ലാനിങ് ആണെങ്കിൽ എല്ലാം ഫുള്ളി ഒബ്സർവബിൾ, ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, ഡിസ്ക്രീറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നോൺ ക്ലാസിക് പ്ലാനിങ് എൻവയൺമെന്റ്സ് ഈസ് മേ ബി ഓൺലി പാർഷ്യലി ഒബ്സർവ്ഡ് ആൻഡ് systematic. In this even will be planning only for a classical environment. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിക്കൽ എൻവയൺമെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പരമായിട്ട് പറയുന്നത് ലെറ്റ് us begin with the rule based system. റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ വെച്ചിട്ട് ആ കണ്ടീഷൻ ഇതാവുകയാണെങ്കിൽ ഇന്നതായിരിക്കും, അതാണ് നമ്മളുടെ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്നുള്ളതിനകത്ത് ഉപയോഗിക്കുന്നത്. റാദർ ദാൻ റെപ്രസെന്റിംഗ് നോളജ് ഇൻ ഡിക്ലറേറ്റീവ് ആൻഡ് സംവാട്ട് സ്റ്റാറ്റിക് വേ, rule-based system represent a knowledge in terms of set of rules, each of which is specific the conclusion that should be reached or derived under give condition in a different situation. A rule-based system consists of a rule-based system എന്താണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Rule-based which is a set of if-then rules, a branch of facts and some interpret of the facts and rules, a mechanism which decide which rule to apply based on the set of the available facts. അപ്പൊ ഏതായിരിക്കും, കുറെ റൂൾസ് ഉണ്ടായിരിക്കും, അപ്പൊ അതിൽ ഏതായിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഫോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. If A is an animal and a box, then A is a dog. നമ്മൾ അതിനകത്ത് പറയാണ് ഇഫ് എ എന്ന് പറയുന്ന പറഞ്ഞാൽ ആനിമൽ ആണ് ആൻഡ് അത് ബാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് കൺക്ലൂഷൻ എത്താം എ എന്ന് പറയുന്നത് ഡോഗ് ആയിരിക്കുന്നതായിരിക്കും. അപ്പൊ F1 റോക്കി ഈസ് ആൻ ആനിമൽ, F2 റോക്കി ബാർസ്. അപ്പൊ ആ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റോക്കി എന്നുള്ളത് ഒരു ഡോഗ് ആയിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതാണ് റൂൾ ബേസ്ഡ് സിസ്റ്റം. അപ്പൊ അവർ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ റൂൾ ഇന്റർപ്രറ്റ് ആഫ്റ്റർ സ്കാനിങ് ദ എബോവ് റൂൾ മേ കൺക്ലൂഡ്, നമ്മൾ അതിന്റെ അകത്ത് നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് റോക്കി ഈസ് എ ഡോഗ് എന്നുള്ളത്. ആഫ്റ്റർ ദ ഇന്റർപ്രിട്ടേഷൻ ദ റൂൾ ബേസ്ഡ് സിസ്റ്റം, ഇഫ് എ ഈസ് ആൻ ആനിമൽ ആൻഡ് എ ബാർക്സ് ദെൻ എ ഈസ് എ ഡോഗ്. F1 Rocky is an animal, F2 Rocky barks, F3 Rocky is a dog. They have two-bodied kind of rule-based system. രണ്ട് രീതിയിലുണ്ട്, forward chaining system, backward chaining system. ഇനി forward chaining systemത്തിനകത്താണെങ്കിൽ പറയുന്നത് forward chaining system we start with the initial facts and keep using the rules to draw new intermediate conclusions. അതായത് ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്ന ഇനീഷ്യൽ വി സ്റ്റാർട്ട് വിത്ത് ദ ഇനീഷ്യൽ ഫാക്ട്സ് ആൻഡ് കീപ് യൂസിങ് ദ റൂൾസ് ടു ഡ്രോ ന്യൂ ഇന്റർമീഡിയറ്റ് കൺക്ലൂഷൻസ്, ടേക്ക് സർട്ടൺ ആക്ഷൻസ്. അതായത് നമുക്കറിയാം ഏതെങ്കിലും ഒരു കൺക്ലൂഷൻസ് തന്നെ ഇരിക്കുന്നത് and gives those factors the process terminate when the final conclusion is established. ഇനി തിരിച്ച് backward chaining system we start with some goal statement. ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻഡിസ് എന്ന്, അതായത് നമ്മൾ അതിന്റെ അകത്തുനിന്ന് മറ്റേതിന്റെ കേസിലാണ് ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം നമുക്ക് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ഇവിടെ ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് പറയും ഇന്നതാണ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ താഴോട്ട് എത്തുവാണ് ചെയ്യുന്നത്. In backward chaining system, we start some goal statement which are intended to establish and keep looking for rules that would be allowed to conclude. Setting new goals in the process of reaching the ultimate goal. In the next round, the sub goals become the new goals to be
establish the process terminate when the process or subgoals are given further. Forward chaining system are primarily data driven and backward chasing the goal driven. അതായത് നമുക്ക് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഡ്രിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡേറ്റ എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഓരോന്നും കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഫയലിലേക്ക് എത്തുന്നത് ഡേറ്റ എന്നതാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റം എന്നാണ് നമ്മൾ ഗോളിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നുള്ളതാണ് ഇരിക്കുന്നത്. ഇനി അതിനകത്ത് മെയിനായിട്ട് ഇത് രണ്ട് സാധനം ചോദിക്കുന്നതാണ്. റൂൾ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് ഫോർവേഡ് ചെയിനിങ്ങും ബാക്ക്വേർഡ് ചെയിനിങ്ങും അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് advantages of rule based system എന്താണെന്ന് നോക്കാം. A basic principle of rule based system is that each rule is independent piece of knowledge. In an if then rule, if part contains all the condition for the application of the rule under consideration, then part tells the action to be taken by the interpreter. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. if എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ അതനുസരിച്ച് നടപ്പിലായിരിക്കും. Another important consequence of the characteristic rule-based system is that no rule can fall upon any other. Rules are ignorant and hence independent of each other. It gives a highly modular structure of the rule-based system. Because of highly modular structure of the rule-based system, addition, deletion, and modification of the rule can be done without any danger side effects. അതായത് നമുക്ക് അതിനകത്ത് മിക്കവാറും ആ ഡീഫ് ആൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോബ്ലം വിത്ത് റൂൾ ബേസ്ഡ് സിസ്റ്റം ഈസ് ദാറ്റ് വെൻ ദ റൂൾ ബേസ്ഡ് ഗ്രോസ് ആൻഡ് ബിക്കംസ് വെരി ലാർജ്, then checking whether a new rule intended to be added is redundant is already covered by some of the earlier rules. Still, as the rule base grows, checking the consistency of the rule base also become quite difficult. But consistently, we mean that there may be two rules having similar condition. The action by two rules conflict with each other. അതായത് സെയിം റൂൾസ് വരുവാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ലെറ്റ് us ഫസ്റ്റ് ഡിഫൈൻ വർക്കിംഗ് മെമ്മറി ബിഫോർ വി സ്റ്റഡി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റം. ഇനി വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഈസ് റെപ്രസെന്റേഷൻ ഇൻ വിച്ച് ബേസിക്കലി ആണ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് സിമ്പിൾ സച്ച്. ഞാൻ പറഞ്ഞു മുമ്പ് നമ്മൾ ചെയ്തു ഏതെങ്കിലും ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനകത്ത് ബേസിക്കലി ആപ്ലിക്കേഷൻ സ്പെസിഫിക് സിമ്പിൾസ് ഉണ്ടായിരിക്കണം. സ്ട്രക്ചറലി അസേർഷൻ ആർ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് സിമ്പിൾസ്. സെമാന്റിക്കലി അസേർഷൻ ഡിനോട്ട് ഫാക്ട്സ്. അസേർഷൻ ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം ദ വർക്കിംഗ് മെമ്മറി. നമുക്ക് അത്രയും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റൂൾ ബേസ്ഡ് സിസ്റ്റം യൂഷ്വലി വർക്ക് ഇൻ എ ഡൊമൈൻ വേർ കൺക്ലൂഷൻ ആർ റിയലി സർട്ടൻ. Even when we are carefully enough to try and include everything, we can think of the rare condition parts of rules. The source of uncertainty എന്തായിരിക്കും uncertainty എന്ന് പറയുന്നത് two important source of uncertainty in a rule based system. The theory of domain may give vague or incomplete of the methods to generate exact to accurate knowledge are not known. അതായത് നമുക്കൊരു ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്കറിയാം. കേസ് ഡേറ്റ മേ ബി ഇംപ്രസീവ് ഓർ അൺറിലയബിൾ ആൻഡ് എവിഡൻസ് മേ ബി മിസ്സിംഗ് ഓർ എ കോൺഫ്ലിക്റ്റ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കുറവോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാം. സോ ഈവൻ ദോ മെത്തേഡ്സ് ജനറേറ്റ് എക്സാക്ട് നോളജ് ആർ നോട്ട്, ബട്ട് ദേ ആർ impractical due to lack of data, impression or data or problems related to the data collection. So a rule based deduction system developers often build some sort of certainty or a probability computing procedures on and above the normal conditions actions formatting a rule. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു പ്രോബബിലിറ്റി പറയാണ് ഒരു ഇതിൻ്റെ അതിൻ്റെ ഒരു പ്രോബിലിറ്റി നമുക്ക് ഒരു ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അതായത് നമുക്കറിയാം ഒരു ആൻസർ നടക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂസ് ഫോൾസ് ആണെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് നടന്നെങ്കിൽ അതിന്റെ വാല്യൂസ് 1 ആയിരിക്കാം എന്നുള്ളൊരിത് പറയണം. എക്സാമ്പിൾ ഡിസ്കസ്ഡ് അബൌട്ട് ദ അസേർഷൻ റാം അറ്റ് ഹോം മേ ഹാവ് എ സർട്ടനിറ്റി ഫാക്ടർ സേ അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഇൻ മൈസിൻ ഈസ് എ rule based system
which will be discussed later. A rule in which statements in which link evidence to hypothesis are expressed in a discussion. If patient has symbols S1 and S2 and S3 and a certain background condition T1, T2 and T3 hold, then the patient with has disease with a certain day. അതായത് നമ്മളൊരു ഈ കണ്ടീഷൻ പറയാം, ഇന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നതായിരിക്കാം ഒരു ഇതെന്ന് നമ്മൾക്ക്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പുറകെ വരുന്നുണ്ട്. ഇനി ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം, നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു വിധത്തിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന് എൻഡിങ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. In forward chaining system, the part of the system are represented in working memory, which is continually updated basis of the rule which is currently being applied. The number of parts may either increase or decrease. Rule of the system represent a possible action to be taken when specified condition hold on items in the working memory. They are sometimes called condition disorder and consequent. The condition വർക്കിംഗ് മെമ്മറി നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇൻഡിജർ ഉണ്ടായിരിക്കും, ഫ്ലോട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഇതിൽ നിന്ന് നമ്മൾ ഇത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു വർക്കിംഗ് മെമ്മറി എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തായിരിക്കും. ദ കണ്ടീഷൻ ആർ യൂഷ്വലി പാറ്റേൺസ് ദാറ്റ് മേ മച്ച് ഐറ്റംസ് ഇൻ ദ വർക്കിംഗ് മെമ്മറി. ഇതിപ്പോ നമ്മളൊരു ഇതാണെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ആ പാറ്റേൺ വെച്ച് നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്ന while the action usually involve adding or deleting item from the working memory. So we can say that the forward beginning with that chaining through rules and finally establishing the holds. അതായത് നമ്മൾ പറഞ്ഞ ഒരു ഇഫ് ദെൻ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് ഫോർവേഡ് ചെയിനിങ്ങിനകത്ത് നമ്മൾ ഓരോ വർക്കിംഗ് മെമ്മറി ഉണ്ട്, അതിനകത്ത് ഓരോ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആ കണ്ടീഷൻ ആണോ എന്ന് നോക്കിയാണ് നമ്മളൊരു ഫൈനൽ ഗോളിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഡേ മൺഡേ ആണെങ്കിൽ ദെൻ ആഡ് ടു ദ വർക്കിംഗ് മെമ്മറി ടു ദ ഫാറ്റ്. ഇഫ് ഡേ മൺഡേ ദെൻ ആഡ് ടു ദ വർക്കിംഗ് മെമ്മറി ഇൻ ഫാറ്റ് ടോക്കിംഗ് ടു റാമ. അതായത് അതിന്റെ ഒരു ലെറ്റേഴ്സ് അസ്യൂം ദാറ്റ് ദ വർക്കിംഗ് മെമ്മറി ഇനീഷ്യലി കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഫാറ്റ്സ്. ഡേ മൺഡേ അറ്റ് ഹോം റാം ഡസ് നോട്ട് ലൈക്ക് റാമ. അപ്പൊ ഇങ്ങനത്തെ ഒരു കുറെ ഇത് നമ്മുടെ വർക്കിംഗ് മെമ്മറി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് ഇഫ് ഡേ മൺഡേ ദെൻ ആഡിങ് ടു എ വർക്കിംഗ് മെമ്മറി ദ ഫാറ്റ് വർക്ക് വിത്ത് റാം. ഇഫ് ഡേ മൺഡേ ദെൻ ആഡിങ് ടു ദ വർക്കിംഗ് മെമ്മറി ദ ഫാറ്റ് ടോക്കിംഗ് ടു റാം. അപ്പം ഇഫ് talking to X and working with X, then adding to the working memory the fat DC at work X. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ഇവിടെ പറയുന്നത്. Now to start the process to increase, അതായത് ഓരോന്നിനും നമ്മൾ ഓരോരോ റൂൾസ് വെച്ചിട്ട് അതിന്റെ വർക്കിംഗ് മെമ്മറി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ താഴോട്ട് കാണിച്ചിരിക്കുന്നത് ഓരോന്നിന്റെയും ബേസിൽ. നിങ്ങൾ നോക്കുക, ഈ ബാക്ക്വേർഡ് ചെയിനിങ് നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗോളിൽ നിന്ന് നമ്മൾ താഴേക്ക് എത്താൻ. In forward chain we can see how rule based system are used to draw new conclusion from existing data and then that is the conclusion to a working memory. അതായത് കൺക്ലൂഷൻ വർക്കിംഗ് മെമ്മറിയിൽ ബേസ് ചെയ്തായിരിക്കും. The forward chaining approach is most useful when we know all the finite parts but we don't have much idea what the conclusion might be. ഇവിടുത്തെ കേസിൽ വരുമ്പോഴത്തേക്കും then we can then by backward chain the goal state or some hypothesized state are instance. This is essentially how prolog works. Give a goal state to try and prove. For example, at home RAM in the system will first check to see the goal matches the initial parts. If it does, then the goal succeed. If it doesn't, system we will look for a rules who conclusions are. Action match was the goal. One such rule will be choose and the system will try to prove the parts in the precondition of the rule using same procedure. അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ തന്നെ അതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്നൊരു ഇതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ലെറ്റ് us assume that the working memory initially contains the following parts തന്നിട്ടുണ്ട്. അപ്പം റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ദ ഫാറ്റ് രാജ ഹാസ് ഫെയർ, ബിഗ് മൗത്ത് രാജ, അതായത് രാജ ഹാസ് ആൻഡ് ബിഗ് മൗത്ത്. അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടും അതെങ്ങനെയായിരിക്കും അതിന്റെ വർക്കിംഗ് മെമ്മറി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം റൂൾസ്
mammalites. If here അങ്ങനെ ഓരോ കണ്ടീഷനിലും എത്തി നമ്മൾ അതിന്റെ ഓരോന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. Now let's the process of through the backward chaining. The rule-based system will first form a hypothesis and then will use antigen. അതായത് നമ്മൾക്ക് ആദ്യം തന്നെ അതിന്റെ അകത്തെ ഒരു ഔട്ട്പുട്ട് എന്നാന്ന് അറിയാം. അതിൽ നിന്ന് നമ്മൾ അതിന്റെ താഴോട്ടുള്ള സബ് ഡിവിഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Let us take the initial hypothesis that a Raja is a lion and then reason about whether this hypothesis is a visible using background chaining approach to explain the below. ഇത് താഴെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട്, രാജ ഈസ് എ ലയൺ ആണെങ്കിൽ the system search a rule which has the initial hypothesis in the consequent part of the fact that someone Raja is a lion which it find it's the rule 8. The system moves either rule 8 നമ്മളോട് ഇവിടെ പറയുന്ന ഈ carnivore sets and begins then lionets അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. The system move from consequent, അതായത് നമുക്ക് ഇവിടെ വർക്കിംഗ് മെമ്മറി ഇവിടെ തന്നിട്ടുണ്ട്, എന്തായിരിക്കും അതിന് വർക്കിംഗ് മെമ്മറി തന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് റൂൾസും നമുക്ക് തന്നിരിക്കണം. അങ്ങനെയാണ് നമുക്ക് തന്നതിന് ശേഷം നമ്മൾ അത് അനുസരിച്ചിട്ട് നമ്മൾ ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ റൂൾ 8 ആണെന്ന് നമ്മൾ പറഞ്ഞു. The system moves from the consequent to antecedent part of rule 8 and it finds first condition, that is the first part of antecedent which says Raja must be a carnivorous. നമ്മളറിയാം രാജ അതിൽ കാണാം. അപ്പൊ ആ റേസിലെ വർക്കിംഗ് മെമ്മറിയും അതിൻ്റെ അകത്ത് ഇതും തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുവാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ how to choose the type of chaining among the forward or background chaining for a given problem. Many of the rule-based deduction system can chain of either forward or a background. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിന് ഒരു വർക്കിംഗ് മെമ്മറി, അതിന് കുറച്ച് കണ്ടീഷൻ എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ അതിന്റെ അകത്തു നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ടു സമ്മറൈസ് ദ ഫോളോയിങ് പോയിന്റ്സ് ഷുഡ് ബി ഹെൽപ്പിംഗ് ചൂസിങ് എ ടൈപ്പ് ഓഫ് ചെയിനിങ് ഇൻ എ റീസണിങ് പർപ്പസ് എന്തായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ സെറ്റ് ഓഫ് ഫാക്ട്സ് ഐദർ വി ആർ ഓൾറെഡി ഹാവ് ഓർ we may establish can lead to a large number of conclusion or output, but the number of ways to input path to reach at the particular conclusion in which we are interested is small, then the degree of fan out or is more than the degree of fan in, which is such as a background chaining is a preferred choice. അപ്പം നമ്മൾ ഇതിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു അതിന്റെ ഗോൾ സ്റ്റേറ്റിൽ നിന്ന് ഫൈനലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ബട്ട് ഇഫ് ദ നമ്പർ ഓഫ് വേസ് ഓർ ഇൻപുട്ട് പാർട്സ് ടു റീച്ച് ഇൻ എ പർട്ടിക്കുലർ കൺക്ലൂഷൻ ഇൻ വിച്ച് വി ആർ interested is larger, but the number of conclusions that can be reached using a path through that the rule is small. അതിന് നമുക്ക് പല ഇതുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു റൂൾ ബേസ്ഡ് വെച്ചിട്ട് നമ്മൾ ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. റൂൾ ബേസ്ഡ് സിസ്റ്റം ഞാൻ പറഞ്ഞു നമുക്കൊരു ഒരു കണ്ടീഷൻ ഉണ്ട്, അത് വെച്ചിട്ട് അല്ലെങ്കിൽ അത് എന്നുള്ള ആ സംഭവം അത് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം, ബാക്ക്വേർഡ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നു. റൂൾ സിസ്റ്റം വെരി ഗ്രേറ്റ്ലി in their detail and set. A basic principle of rule based system is that each rule is independent piece of knowledge. ഓരോ റൂൾ ഇൻഡിപെൻഡന്റ് പീസ് ഓഫ് നോളജ് ആയിരിക്കും. ഇൻഫാക്ട് if the part condition all the condition of the application of the rule under consideration. അതായത് ഈ പാർട്ടിലാണെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ആ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള if part contains all the condition for the application of the rule based concern, then part tells the action. ഇത് ആ എല്ലാ ഈ പാർട്ടിനകത്ത് എല്ലാ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ദെൻ പാർട്ടിൽ എല്ലാത്തിന്റെയും ആൻഷൻസ് ആയിരിക്കും നമ്മൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സം ഓഫ് ദ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് ആണ് ചെയ്യുന്നത്. ഇത് ഡോണ്ട് ഫയർ എ റൂൾ ചോയ്സ് ഓൺ ദ സെയിം ഡേറ്റ. Fire rules or more recent working memory elements before older ones that allows us to follow
through a single chain of reasoning rather than keeping or drawing a new conclusion from the older data. First rule with a specific precondition before, once with a more general precondition. This allows you to delay the നോൺ സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് റൂൾ ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് സിസ്റ്റം എന്താണ്, ചെയിനിങ് സിസ്റ്റം എന്താണ്, റൂൾ ബേസ്ഡ് സിസ്റ്റം എന്താണ്, അത് രണ്ടിലുള്ള ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു വർക്കിംഗ് മെമ്മറി ഉണ്ടായിരിക്കും, കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം. ഇനി അടുത്തത് സെമാൻറ്റിക് നെറ്റ്സ്. സെമാൻറ്റിക് നെറ്റ്വർക്ക് റെപ്രസെന്റേഷൻ ഇവിടെ സ്ട്രക്ചേർഡ് നോളജ് റെപ്രസെന്റേഷൻ. അതായത് നമ്മളിപ്പോ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കാനഡ, അപ്പം കാനഡയിലേക്ക് ഉള്ളൊരു ഇത്, അപ്പം എന്തൊരു സ്റ്റുഡന്റ് പഠിക്കാൻ പോകുന്നു, അവിടുത്തെ ഏത് കോളേജാണ് സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളൊരു ആട്രിബ്യൂട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് സാധാരണ ചോദിക്കുന്നതാണ്. സെമാൻറ്റിക് നെറ്റ്വർക്ക് റെപ്രസെന്റേഷൻ പ്രൊവൈഡ് സ്ട്രക്ചേർഡ് നോളജ് റെപ്രസെന്റ്. In such a network, parts of knowledge are clustered into semantic groups. In semantic network, the concept and entities, objectives of the problem domain are represented by more nodes and a relationship between are shown by arrows. അപ്പം ഇവിടെ ഓരോന്നിനെയും ഓരോ നോട്ട്സ് ആയിട്ടും അതിന്റെ ഓരോ പ്രോബ്ലം ഓരോ ഡൊമൈൻ അതിനെ ഓരോ നോട്ട്സ് ആയിട്ടും അതിന്റെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. Between these entities are shown by arrows, generally by directed arrows. In view of the fact the semantic network representation is a pictorial depiction of object, their attributes with and the relationship that exists between these object and the entities. നിങ്ങളെന്ന് വിചാരിക്കരുത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, അതായത് നമ്മൾ അതിൻ്റെ അകത്ത് ഇനീഷ്യൽ ആയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കേസിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലം സോൾവിങ് ആണ് നമ്മൾ അതിനകത്ത് വരുന്നത്. പക്ഷെ ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം പിക്ചോറിക്കൽ ഡെഫിനിഷൻ ഒബ്ജക്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് a semantic system represent concept and are labeled and represented binary relationship between concept. This network provide a more natural way as compared to the representation of schemes. For mapping to and from a natural language. അപ്പം നമ്മൾ സാധാരണ ഇത് നിങ്ങൾക്ക് ഈ പിടിച്ചിരിക്കാം. നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മതി. സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഹൻ സ്ട്രക്ക് നീത ഇൻ ദ ഗാർഡൻ വിത്ത് എ ഷാർപ്പ് നൈസ്ഡ് ലാസ്റ്റ് വീക്ക് റെപ്രസെന്റഡ് ബൈ എ സെമാൻറ്റിക് നെറ്റ്വർക്ക്. ഇതിനകത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മോഹൻ സ്ട്രക്ക് നീത ഇൻ ദ ഗാർഡൻ വിത്ത് എ ഷാർപ്പ് നൈഫ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നോട്ട്സ് നോക്കിക്കേ. മോഹൻ വരുന്നുണ്ട്, സ്ട്രക്ക് വരുന്നുണ്ട്, നീത വരുന്നുണ്ട്, ഗാർഡൻ വരുന്നുണ്ട്, ഷാർപ്പ് വരുന്നുണ്ട്, നൈഫ് വരുന്നുണ്ട്, ലാസ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഈസ് റെപ്രസെന്റഡ് ബൈ. അപ്പൊ നോക്കിയാൽ മതി സ്ട്രക്ക്, ഇതിനകത്ത് നോക്കിയാൽ മതി നീത, സ്ട്രക്ക്, മോഹൻ ഇതിനകത്ത് വരുന്നുണ്ട്. മോഹനും നീതയും ഇവിടെ എന്തായിരിക്കും വരുന്നത്, ഒരു സ്ട്രക്ക് വരുന്നുണ്ട്. എവിടെയായിരിക്കും വരുന്നത്, ലാസ്റ്റ്. ഇതിനകത്ത് ഒരു മോഹൻ എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ്, സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, ഇതിന്റെ നീത എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. മോഹൻ സ്ട്രക്ക് നീത ഇൻ ദ ഗാർഡൻ, എവിടെയായിരുന്നു, ഗാർഡനില്. വിത്ത് ഷാർപ്പ്, അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഷാർപ്പായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അതിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ് നൈഫ്. ഫോർ പ്രോപ്പർട്ടി ഓഫ് ഷാർപ്പ് നൈഫ് എപ്പോഴാണ്, ഒരു ലാസ്റ്റ് വീക്കില്.
അപ്പം ഗാർഡൻ എന്നുള്ള ഒരു പ്ലേസ് ആണ്. നീത എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, നൈഫ് പ്രോപ്പർട്ടി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുന്നതിനാണ് കുറെ സെമാന്റിക് നെറ്റ്വർക്ക്. ഈ രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നത്. ദ ടു മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ് ആർ സബ് ക്ലാസ് റിലേഷൻ ബിറ്റ്വീൻ എ ക്ലാസ് ആൻഡ് ഈസ് എ സൂപ്പർ ക്ലാസ്, and the instance relation between an object is in the class. Other relation may be base has part or color as mentioned earlier. Relations are indicated by a labeled arcs. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ലേബൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആർട്സുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. As information is a semantic network is a clustered together through a relationship link. അത് ക്ലസ്റ്റർ ആണ്, അതിനെ റിലേഷൻഷിപ്പ് വെച്ചിട്ട്. The knowledge required to the performance of some tasks is generally available with a short spatial span of the semantic network. The type of knowledge organism is simply the way of knowledge is stored and restricted by a human being. Subclass and instant relations allows to inherit to a infer new parts or a from the existing. അതിന്റെ നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക്സ് നമ്മൾ കാര്യങ്ങൾ സൂപ്പർ ക്ലാസ്സിൽ അപ്സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. We have already mentioned that the graphical total or knowledge. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിരിക്കുന്നത് അതിന്റെ സെമാന്റിക് ആയിട്ട്, അതായത് ഒരു നെറ്റ്വർക്ക് രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വേറെ പാട്ടാണ് ഫ്രെയിംസ്. Frames are a variant of semantic network that are one of the popular ways of representing non-procedural knowledge in a disparate system. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതിൽ നമ്മളൊരു മോഡൽ എടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു എക്സ്പെക്ട് സിസ്റ്റം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ നമ്മൾ അതിന്റെ ഒരു ഫ്രെയിംസ് ഉണ്ടാക്കി എടുക്കും. ഒരു ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യണേ ഓരോരോ ഫ്രെയിം ആക്കി മാറ്റുന്നു. അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇൻ ഫ്രെയിംസ് all the information in a particular concept is stored in a single complex entity called a frame. Frames look like that data structure. Frames support inheritance. നമുക്ക് ശരിക്കും പറയാൻ റെക്കോർഡ് എന്ന് പറയാൻ പറ്റും. റെക്കോർഡിനകത്തൊക്കെ നമുക്ക് ഡേറ്റ ഏത് ഇതിലാണ് എവിടെയാണ് എന്ന് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഈ പേജിൽ നമ്മള് ഫ്രണ്ട് പേജിൽ നമ്മൾ ഒരു ഇൻഡെക്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ആ ഒരു സംഭവത്തിനാണ് ഇവിടെ വരികയത്. അപ്പൊ നമ്മൾ ചിലതിനകത്ത് നമ്മൾ ആ ഇതിന്റെ അകത്തുനിന്ന് സൂപ്പർ ക്ലാസ്സിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന frames look like the data structure. Frames support inheritance. Often usually capture knowledge and typical objects or events such as solar, car, or even a mathematical object or a rectangle. അപ്പൊ നമ്മുടെ ഒരു കേസിൽ അപ്പം നമ്മൾ ഇതിന്റെ ഫ്രെയിംസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, മാമൽസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സബ് ക്ലാസ് ഉണ്ടായിരിക്കും. സബ് ക്ലാസ് എന്നല്ല, മാമൽസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് ആനിമൽ എന്നുള്ളതിന്റെ ആയിരിക്കും മാമൽ എന്ന് പറഞ്ഞ അതിനെത്തിരിക്കുന്നത്. പാമ്പുകളുടെ എസ്. പിന്നെ ലയൺ ക്ലാസ് എന്ന് പറഞ്ഞൊരു സബ് ക്ലാസ്, അതിനകത്ത് നമ്മൾ എടുക്കുന്ന എന്തായിരിക്കും, ആ ലയൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് സബ് ക്ലാസ് എന്നുള്ള ആനിമൽ മാമൽ എന്നുള്ളതിനെ അതിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈറ്റിംഗ് ഹാബിറ്റ്, കാർണിവറസ്, സൈസ്, മീഡിയം. ഈ രാജ അതായത് ഇൻസ്റ്റൻസ് ലയൺസ്, കളർ ഡൾ യെല്ലോ, ഓണർ, അമർ, സർക്കസ്, ഒരു ഇൻസ്റ്റൻസ് ലയന്, സൈസ്. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചു, നിങ്ങൾ നമ്മുടെ സാധാരണ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മുകളിലത്തെ ക്ലാസ്സിൽ നിന്ന് വേണ്ട ഡേറ്റ സബ് ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ എടുക്കും. അത് തന്നെയാണ് പിന്നെ മാറ്റിക്കുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓരോന്നിനും ഓരോ ഫ്രെയിം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മാത്രം. A particular lane, such as line, has a number of attributes or slots, such as eating habits and size. Each of these slots may be filled with a particular value, such as eating habit or line may be filled with a carnivorous. അപ്പൊ അതിന് നമ്മൾ ഓരോ ആ carnivorous ആണ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ഈസ് എ സ്ട്രക്ചേർഡ് റെപ്രസെന്റേഷൻ ഡിസ്പ്ലേയിങ് എ stereotyped of നമ്മൾ നമ്മൾ കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഒരു ബാങ്കിൽ നിന്ന് ഒരു മണി എടുക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് സ്ക്രിപ്റ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനകത്ത് ചെയ്യുന്നു.
ഇപ്പം നമുക്ക് ഇവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Scripts are used in natural language understanding system to organize a knowledge base in a terms of occurring experience like going to the movies, eating in a restaurant, shopping in a supermarket or visiting a ophthalmologist. അപ്പൊ ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സ്ക്രിപ്റ്റ് ആണ് ഫ്രെയിം ലൈക്ക് സ്ട്രക്ചർ ടു റെപ്രസെന്റ് ദാറ്റ് കോമൺലി ഒക്കറിംഗ് എക്സ്പീരിയൻസ്. കോമൺ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഗോയിങ് ടു ദ മൂവീസ്, ഈറ്റിംഗ് ഇൻ എ റെസ്റ്റോറന്റ്, shopping in a supermarket or visiting an ophthalmologist. Script is a structure that describes a set of circumstances that would be in the former. And a script എന്തായിരിക്കും beneficial skills even lend to occur in a non-trans or a patterns. A causal relationship between event exists as entry condition is it which allows us event to take place. Three events to exist upon the അതിന്റെ ഒരു കമ്പോണൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കമ്പോണൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയായിരിക്കും എന്നതാണ്. എൻട്രി കണ്ടീഷൻ ഉണ്ടായിരിക്കും, റിസൾട്ട് ഉണ്ടായിരിക്കും, ഹോപ്സ് ഉണ്ടായിരിക്കും, റോൾ ഉണ്ടായിരിക്കും, ട്രാക്ക് ഉണ്ടായിരിക്കും, സീൻസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഇപ്പം ഗോയിങ് ടു എ റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈറ്റിംഗ് ഇൻ എ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഗോയിങ് ടു എ സൂപ്പർ മാർക്കറ്റ്, നമുക്ക് അതിൻ്റെ ഓരോ സീനാണ്. ബേസിക് കണ്ടീഷൻ വിച്ച് മസ്റ്റ് ബി ഫുൾഫിൽഡ് ബിഫോർ ഈവൻ ഇൻ ദ സ്ക്രിപ്റ്റ് condition that involved in events, roles there are branches that individual parts, variation of the script. Different may share components of the same script. Since the sequence of events can occur, and discriminating script special symbol of functions are used. അപ്പൊ ഇവിടുത്തെ എ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സിമ്പിൾ സിമ്പിൾ ഉപയോഗിക്കുന്നത്. 1 second. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇതിനു വേണ്ടി സ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ഓരോ സ്ക്രിപ്റ്റിന് നമ്മൾ ഓരോ സിമ്പിൾ വെച്ചിരിക്കുക. എ ട്രാൻസ്ഫർ ടു എ റിലേഷൻഷിപ്പ്. പി ട്രാൻസ്ഫർ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. പ്രോപ്പൽ അപ്ലൈ ഫിസിക്കൽ ഫോഴ്സ് ടു ആൻ ഒബ്ജക്റ്റ്. അതിന്റെ എക്സാമ്പിൾ ഓരോന്നും നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ടു എ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഗീവ് ആണ്. ട്രാൻസ്ഫർ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗോ ആയിരിക്കും. അപ്ലൈ ഫിസിക്കൽ ഫോഴ്സ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പുഷ് ആയിരിക്കും. മൂവ് ബോഡി പാർട്ട് ഓഫ് ദി ഓണർ എന്ന് പറയുമ്പോൾ അതിന്റെ കിക്ക് ആയിരിക്കും. ഗ്രാബാൻ. അപ്പൊ അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വിഡ്രോ മണി, ട്രാക്ക് ബാങ്ക്, ഹോബ്സ് മണി, കൗണ്ടർ ഫോം. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളത് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു സിനിമയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് സ്ക്രിപ്റ്റ് വായിക്കാന്നൊക്കെ അല്ലേ, നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ നമ്മൾ എന്നാ വെച്ചാൽ അതിനുവേണ്ടി ഓരോ സിമ്പിൾ ഉപയോഗിക്കുന്നു. ആ സിമ്പിൾ അതായത് നമ്മൾ ഏതൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ആ പ്രോഗ്രാമിന് വേണ്ടി നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കും. അതിനകത്ത് നമ്മളൊരു സിമ്പിൾ ഉപയോഗിക്കും. ആ സിമ്പിൾ ഇന്നതായിരിക്കും എന്ന് കാണിക്കുവാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് റീസണിങ് എന്ന് പറഞ്ഞ
പ്രോബിലിസ്റ്റിക് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് എന്തായിരിക്കും ഒരു 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 ഇതിനായിരിക്കും പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ, അതിനുള്ളൊരു പോസിബിലിറ്റി എന്തായിരിക്കും? ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പോസിബിലിറ്റി ഒന്നെങ്കിൽ അത് ഹെഡ് ആകാം അല്ലെങ്കിൽ ടെയിൽ ആകാം. ഇനി 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അതിന്റെ പോസിബിലിറ്റി എന്തായിരിക്കും എന്നുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങളെ മറ്റേതിൻ്റെ അകത്ത് നമ്മളെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് പഠിച്ച ആ സംഭവം തന്നെയാണ്. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത്. ദ യൂണിറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു പ്രോബബിലിറ്റി തിയറി ആൻഡ് ഇറ്റ് യൂസേജ് ഇൻ എ ഡിസിഷൻ മേക്കിംഗ് ഫോർ എ വേരിയസ് പ്രോബ്ലം contrary to the classical decision making of true and false proposition. The probability of the truth value with a certain probability is used for making decision. The inclusion of a such probabilistic approach is quite relevant since uncertainties are quite obvious in the real world. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു റിയൽ വേൾഡിൽ നമ്മൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തേക്കുന്നത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അത് റിവ്യൂ ഓഫ് പ്രോബബിലിറ്റിക് തിയറി. അപ്പൊ അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹെഡും ടോസിന്റെയും കാര്യം തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അപ്പൊ അത് ഞാൻ പറയാണ്. Now we are familiar with the reasoning and how we can be used with a probability theory. Before we delve deeper into the base theorem and its application, let us review some of the basic concepts of probability theory. The concept between ഈ ഒരു സംഭവമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ട്രയൽസ്, സാമ്പിൾ സ്പേസ്, ഇവന്റ്സ്. You must have often observed that a random experiment may compromise a series of smaller sub experiments. These are called the trials. അതായത് നമ്മളിപ്പോ ഒരു ഹെഡിന്റെ ദിവസം പല പല ഇത് ചെയ്ത് നോക്കുന്ന അതിനാണ് ട്രയൽസ് എന്ന്. കൺസിഡർ ഫോർ ദ ഇൻസ്റ്റൻസ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. സപ്പോസ് ദ എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്സർവിംഗ് ദ റിസൾട്ട് ഓഫ് 3 successive tosses of a coin. Each tosses is a trial and the experiment considered 3 trials so that it completed only after the 3rd loss is over. അപ്പം ഇവിടെ അതിനു വേണ്ടി പറയുന്നത് നമുക്ക് 3 coins ഉണ്ട്, അതിനെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു. സപ്പോസ് ഫ്രം എ ലോട്ട് ഓഫ് മാനുഫാക്ചർഡ് ഐറ്റം ദ ഐറ്റംസ് ആർ ചൂസൺ സക്സസ്ഫുള്ളി ഫോളോയിങ് എ certain mechanism for checking. The underlying experiment is completed only after the selection of 10th item is completed. The experiment is obviously compromised trial days. 10th item ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ 10 ട്രയൽ നമ്മൾ അവിടെ കിടക്കും. അപ്പം if you consider example 1 second, you would notice that each toss trial result into either a head or a tail. In all these are 8 possible outcomes. അതായത് നമുക്ക് ഹെഡിലും ടേറ്റിലും 3 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മാത്രം വരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒന്നെങ്കിൽ 3 ഹെഡായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഹെഡാകാം, 1 ടെയിലാകാം. അല്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഹെഡ്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ 3 നിങ്ങൾ എക്സാമിന് ഇത് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതാൻ എളുപ്പമുണ്ട്. അപ്പൊ 3 കോയിൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, അത് തന്നെ ഇതിനകത്തെ ആൻസറും വരുന്നത്. അതൊന്ന് പറഞ്ഞാൽ മതി. അർച്ചന, കൃതിക, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. 3 കോയിൻ ടോസ് ചെയ്യാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്? 3 ഹെഡ്സ് വരാം, 3 ടെയിൽ വരാം, 2 ഹെഡ് 1 ടെയില്, 2 ടെയില് 1 ഹെഡ്, 1 ഹെഡ് ടെയില് ഹെഡ്, ടെയില് ഹെഡ് ടെയില്, TTH HHT. 3 ടെയില് വരാം, 3 ഹെഡ് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ അതിന്റെ പോസിബിലിറ്റി അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ഞാനത് വായിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു പ്രോബബിലിറ്റിസ്റ്റിക് ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഒരു എയും ഉണ്ട്, ബിയും ഉണ്ട്, ഇയും ഉണ്ട്, എഫും ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു മൊത്തം 2 കൂടെ കോമൺ ആയിട്ട് വരാണ്. ഇ വേണമെങ്കിൽ വരാം, എഫ് വേണമെങ്കിലും വരാം, 2 കൂടെ വരാനുള്ള ഒരു ചാൻസും. അപ്പൊ അതാണ് അവിടെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഹെഡ് വരുന്നതിന്റെ ചാൻസ് എന്തായിരിക്കും, അതിന്റെ റിലേഷൻ എന്തായിരിക്കും, അതൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല, നേരെ പോരുവാണ്. അപ്പം
കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ ഈ മുമ്പേ പറഞ്ഞു നമ്മളൊരു 3 കോയിൻസിനെ ടോസ് ചെയ്യുന്നു. ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. Let us be a sample space corresponding to a experiment E and F are the events. Suppose the experiment is performed and the outcome is known only partially to the effect that E has taken place. Thus there still remains a scope of speculation about the occurrence of the event E, keeping this additional piece of information contain the occurrence of F in a view. അപ്പൊ നമുക്ക് ഒരു ഇയും ഉണ്ട് എഫും ഉണ്ട്. അതായത് ഇ എന്ന് പറയുന്നതിന്റെ ഇതാണെങ്കിൽ എഫ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, സപ്പോസ് ഇ ആൻഡ് എഫ് സച്ച് ദാറ്റ് എഫ് ആൻഡ് ഇ സോ ദാറ്റ് ദ ഒക്കറൻസ് എഫ് വുഡ് ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈ ദ ഒക്കറൻസ് ഓഫ് ഇ. Thus, with the information that the F has to be take place in it is able to assign a probability. The occurrence of E is irrespectively of the original predicate. വീണ്ടും ഒരു എക്സാമ്പിൾ അതിനുവേണ്ടി തന്നെ 2-3 എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഇ ആൻഡ് എഫ് ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ്. രണ്ടും മ്യൂച്വൽ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി സപ്പോസ് എ പെയർ ഓഫ് ബാലൻസ്ഡ് ഡൈസ് എ ആൻഡ് ബി റോൾഡ് സൈമിൾട്ടേനിയസ്ലി സോ ദാറ്റ് each of the 36 possible outcomes is equally likely to occur and hence the probability. അതായത് നമുക്ക് എയും ബിയും അതിനെ ഇത് ചെയ്യുവാണെങ്കിൽ സപ്പോസ് എ പെയർ ഓഫ് ബാലൻസ്ഡ് ഡൈസ് എ ആൻഡ് ബി, ബാലൻസ് ആയിട്ടുള്ള എ ആൻഡ് ഡി ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും എന്നുള്ളതാണ് പഠിക്കുന്നത്. ലെറ്റ് us be the example the sum of 2 scores 0 or more than f and the event exactly one of the 2 score is 5. അപ്പം എ ആയിരിക്കും എന്താണെങ്കിൽ വരുന്ന അതിന്റെ പോസിബിൾ ആയിട്ട് വരുന്നതും എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 6/36 1/6. ഓൾസോ എഫ് ആയിരിക്കുവാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് ഒരു പ്രോബബിലിറ്റി ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു എ ബേസിയൻ തിയറം. Bayesian theorem is widely used to calculate the conditional probability of events without a joint probability. അതിനകത്ത് ഒരു ജോയിൻ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരിക്കില്ല. ബേസ് തിയറം ഈസ് വൈഡ്ലി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഇവന്റ്സ്. കണ്ടീഷണൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ്സ് ആണെങ്കിലും ചെയ്യുന്നത് വിത്ത് എ ജോയിൻ പ്രോബബിലിറ്റി. It is also used to calculate the conditional probability where she is failed. It's in simple terms, probability of a given hypothesis, each condition on E can be defined. Each എന്ന് പറയുന്ന കണ്ടീഷനെ ഈ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. P is referred to the probability function to simply understand the base theorem. ബേസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരിക്കും, അതിനകത്ത് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ജോയിന്റ് പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നാണ് പറയുന്നത്. This refers to the probability of 2 or more events simultaneously occur. അതായത് ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2-3 ഇവന്റ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്നതാണ്. പിന്നെ മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഒക്കറിംഗ് ഇറസ്പെക്റ്റീവ് ഓഫ് ഔട്ട്കം ഓഫ് ദ അതർ റാൻഡം വേരിയബിൾസ്. ഇറസ്പെക്റ്റീവ് ആയിരിക്കും. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് ഓർഗൻസ് ഓഫ് എൻ ഇവന്റ് ഇവന്റ് ഹാസ് ഒക്കേർഡ്. ഏതെങ്കിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്ന എക്സാമ്പിൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി. എ ബി ആയിരിക്കും. ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓൾസോ റിപ്രസെന്റ് ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി of A given B, probability A comma B divided by probability in another way. തിരിച്ചും വരാം. If one conditional probability is given, on the other can be probability of A by given A given B, B given A into a P of A or P of B. അപ്പൊ ആ രീതിയിൽ പറയുന്ന ഇനി ബേസിയൻ നെറ്റ്വർക്ക്സ് എന്തായിരിക്കും എന്നുള്ളതാണ്. മറ്റേ ബേസിയൻ തിയറം നമ്മൾ പഠിച്ചു. ഇനി ബേസിയൻ നെറ്റ്വർക്ക്സ്. The probabilistic models are being used in defining in relationship among variables and are used to calculate probabilities. The probabilistic models are being used in defining the relationship among variables. Variables are relation and used to calculate the probability. The Bayesian theorem is a simple form of applying Bayesian theorem to complex real world problems. Use a probability graphical model with a captures the condition depends splitly with represented using a directed edges in a graph. If we take a conditional models, we may make a amount of data to address is the possible event. Can such some scenario probability may not be
കാൽക്കുലേറ്റ് പ്രാക്ടിക്കലിന്റെ. അപ്പൊ അതിനുള്ളൊരു ഇത് പറയുന്നുണ്ട്. നമുക്കൊരു ഒരു തിയറിറ്റിക്കൽ ആയിരുന്നു ഒരു ഗ്രാഫിക്കൽ ഇത്, അതായത് ബി ഇതെന്താ എ ഗിവൺ ബി, ഇതിനകത്തൊരു ഇത് നിൽക്കുന്ന ഹൗ ഹിയർ ഈ represented as a node and edges between the nodes are a conditional probabilities. ഇതിന് ഓരോന്നിനെ നോട്ട്സ് ആയിരിക്കും, ഇതിനായിരിക്കും ഇത് രണ്ടൊരു കണ്ടീഷൻ ആയിരിക്കും. എ ഇന്ന കണ്ടീഷന്, ബിന്ന് ഇന്ന കണ്ടീഷൻ കൊണ്ടായിരിക്കും എ ആയിരിക്കുന്ന, ബിന്ന് ഇന്ന കണ്ടീഷൻ കൊണ്ടായിരിക്കും സി എന്നായിരിക്കുന്ന, ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്യാം. ഇനി പ്രോബബിലിറ്റിക്ക് ഇൻഫറൻസ്, ഈ പ്രോബബിലിറ്റി ഇൻഫറൻസ് നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിച്ചാണ്, ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. The probability inference is very much depend on the conditional probability of the specified events provide the information occurrence of the other events is available. For example, two events E and F such that E of F greater than 0, then the conditional probability, അതിന്റെ ഒരു conditional probability എങ്ങനെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല, അത് നിങ്ങളെല്ലാം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള. അപ്പൊ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ചോദിച്ചിരിക്കുന്നത് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡീപ്പായിട്ട് വരത്തില്ല. മെയിൻ ആയിട്ട് ഇതിനെ ബേസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തേ വരത്തുള്ളൂ. അപ്പൊ അതിനകത്ത് വാട്ട് ഈസ് ദ ബേസിയൻ തിയറം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റിക്ക് ബേസിയൻ തിയറം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇക്വേഷൻസ് കുറച്ച് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് കാണപ്പാടം ചെയ്ത് വെക്കാം. ഇനി ബേസിക് ഐഡിയ ഓഫ് ഇൻഫറൻസിങ് വിത്ത് ബേസിയൻ നെറ്റ്വർക്ക്സ്. അപ്പം നിങ്ങൾ ബേസിയൻ തിയറം എന്താണെന്ന് വെച്ചാൽ ബേസിയൻ നെറ്റ്വർക്ക്സ് ആണ്. നമ്മൾ അതിന്റെ ഓരോ നോഡും അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷനും ആണ് ബേസിയൻ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞത്. ബേസിയൻ തിയറം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരിക്കും വിത്തൗട്ട് ജോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Let us now talk about how inference can be made using a Bayesian network. A network here represents the degree of belief of proposition and their causal independence. The inference is a network can be done by a propagating the given probability of field information through a network, giving the output to be the one of the conclusion nodes. അപ്പം അതിന്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മളിവിടെ പറയുന്നത്. The network representation also reduce the time and space requirements of huge computations. അപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ inference is a network can be done by propagating the given probability related information through the network, giving the output of the one of the conclusion nodes. ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ നോട്ട്സിൽ നിന്ന് നമ്മളത് കണക്ട് ചെയ്ത് നമ്മളത് എടുക്കുന്നത് കൊണ്ട് ഇവിടത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ടൈമും സംഭവങ്ങളെല്ലാം ആയിരിക്കും നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഒക്കെ വളരെ രജിസ്റ്റർ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഫസ്റ്റ് വൺ ക്യാൻ നോട്ട് make inferring the probability of uncertain knowledge properly verify. Further, one can make the inference from such a large data in a real time. The solution such a problem can be found using the network representation. Here, the network of node represent variables connected by edges which represent the causal influence. അത് പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഒരു നോട്ട്സും ഇതിനകത്ത് ഇത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഒന്നിൻ്റെ അകത്ത് നിന്ന് ചില ഡേറ്റാസ് ഇത് ചെയ്ത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. Here, the edge weights can be used to represent the strength of the influence in other terms of the conditional probabilities. ഇനിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതർ paradigm of uncertain reasonings. The other way of dealing with the uncertainty are the ones with the theoretical proof. There are most based or illusion. There are a selected over formal methods are a pragmatic solution in a particular domain. The formal methods impose the difficult, impossible conditions. And such be here used to diagnose meaningfully and infections blood disease. അപ്പൊ നമ്മൾ ഏതിനൊക്കെ സിസ്റ്റം ഈസ് കോൾഡ് മൈസിൻ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു അൺസർട്ടൺ ആയിട്ട് നമുക്ക് അറിയത്തില്ല, നമുക്ക് അതിന്റെ ഒരു ഏതാണ് ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മൈസിൻ യൂസിങ് ഈഫ് ആൻഡ് ദെൻ റൂൾസ് ടു അസസ് വേരിയസ് ഫ്രം ദ പേഷ്യന്റ് എവിഡൻസ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതാണ് ഇതാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പൊ ഓൾസോ മെഷർ ബോത്ത് റിലീഫ് ആൻഡ് ഡിസ്ബിലീഫ് ടു റെപ്രസെന്റ് ദ ഡിഗ്രി ഓഫ് കൺഫർമേഷൻ. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ മരുന്ന് കൊടുത്ത് അതിൻ്റെ അകത്ത് റിലീഫ് ആണോ, ഇതിനകത്ത് ഡിസ്ബിലീഫ് ആണോ എന്നുള്ളതൊക്കെ നോക്കുകയാണ്. റെപ്രസെന്റ് ഡിഗ്രി ഓഫ് കൺഫർമേഷൻ ആൻഡ് ഡിസ് കൺഫർമേഷൻ റെപ്രസെന്റ് ഗിവൻ ഹൈപ്പോത്തസിസ്.
അതിൻ്റെ അകത്തൊരു ഇത് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ ഒരു ബിലീഫ് കിട്ടുന്നുണ്ടോ, അതിന്റെ ഒരു ഡിഗ്രി ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴിയുന്ന. ദ ad hoc methods have been used in a large number of knowledge-based system formal methods. This is to the difficult encoding occurring a large number of reliable probabilities related to a given domain. അപ്പൊ നമ്മളിവിടെ ഒത്തിരി പ്രോബബിലിറ്റീസ് നോക്കും, ഇന്നതാണെങ്കിൽ ഇതായിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കുന്നു. ഓൺ ദ other part we used to the strict reasoning methods. They are based on the use of procedures, rules and other functions. അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു പ്രൊസീജിയേഴ്സും റൂൾസും വെച്ച് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുവാണ്. ഇപ്പൊ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് ഇതാന്ന് കണ്ടുപിടിച്ചു, നമ്മൾ അതിന്റെ അതൊരു കണ്ടീഷൻ വെക്കുന്നു, ആ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ആ മരുന്ന് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾക്ക് യൂസിങ് ബോത്ത് ഡൊമൈൻ സ്പെസിഫിക് ആൻഡ് ജനറൽ സെവറൽ ഓൾട്ടർനേറ്റീവ് കൺക്ലൂഷൻസ്. അപ്പൊ നമ്മൾ പല ഇത് വെച്ചിട്ട് നമ്മളൊരു ഇതിലേക്ക് എത്തുന്ന ഒരു ഇതാണ് ഇതിന്റെ കേസിൽ വരുന്നത്. ഡെംസ്റ്റർ ഷീഫർ തിയറി. Let us now discuss a mathematical theory based only on an evidence. Mathematically based only, അതായത് എവിഡൻസിനെ ബേസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ആണ് ഞാൻ ഡെംസ്റ്റർ എന്നിരിക്കുന്നത്. തിയറി ഗിവൺ ബൈ ഡെംസ്റ്റർ ആൻഡ് എക്സ്റ്റെൻഡഡ് ബൈ എ ഷെഫർ ഇൻ എ mathematical theory of evidence. These use the belief function, a combined separate and independent numbers is to a quality of belief in a statement. അപ്പൊ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. Multiple possible events are permitted to assign a probabilities. These events should be exhaustive and exclusive. അപ്പം അതിന് വേണ്ടി നമ്മൾ here the multiple source of information assigned degree of belief and then arrogate use the DS combination rules. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നതായിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എവിഡൻസ്, അപ്പം there are the events related to one hypothesis or a set of hypotheses. A relation is not permitted between various pieces of evidence or a hypothesis. So the relation between the set of hypotheses and the piece of evidence is only qualified by a source of data. In DS theory, we have a 4 types of evidence as following. 4 ടൈപ്പിലുള്ള എവിഡൻസ് കാണുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺസ്റ്റൻസ് എവിഡൻസ്. There are basically appearing a നെസ്റ്റഡ് സ്ട്രക്ചർ. കണ്ടോ ഇവിടുത്തെ ഒരു കേസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെസ്റ്റഡ്, ഓരോന്നിനും നെസ്റ്റഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചർ. സബ്സെറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ നെക്സ്റ്റ് ബിഗർ സബ്സെറ്റ് ആൻഡ് സോ ഹിയർ വി മസ്റ്റ് വിച്ച് ഇൻക്രീസിംഗ് സബ്സെറ്റ് സൈസ്. അടുത്ത കൺസിസ്റ്റന്റ് എവിഡൻസ്. ഇവിടുത്തെ ഒരു കേസിൽ പറയുക കൺസിസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കുന്നത്. പ്രസൻസ് ഓഫ് ലീസ്റ്റ് വൺ കോമൺ എലിമെന്റ്സ് ഓൾ ചെയ്യുന്നതാണ്. ഇനി ആർബിട്രറി എലിമെന്റ്സ്, എ സിറ്റുവേഷൻ വേർ ദർ ഈസ് എ common element occurring in the subset through sum of subset may have be common element. അതായത് ഇപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കോമൺ ആയിട്ട് എല്ലാത്തിനകത്തും വരുന്ന ഏതാണ് നമ്മൾ അതിനകത്ത് അതിനെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്ജോയിന്റ് ഇവന്റ് there is no subset having common element. ഡിസ്ജോയിന്റ് പറയുമ്പോൾ അതിനകത്ത് ഒന്നും കാണില്ല, കാരണം ഇവിടെ കണ്ടു 4ഉം അതിന് തമ്മിൽ യാതൊരു ഇതും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളോട് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി അടുത്തത് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി എൻറ്റിറ്റി ഓർ എ പേഴ്സണൽ ഗിവിംഗ് സം റെലവന്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻസ്. ഹിയർ ദ ഇൻഫർമേഷൻ സോഴ്സ് ഇസ് എ now based source of information. The information received from the source is combined provide over more reliable information for further. The DS theory model also handle the varying precision regarding the information and hence is an additional assumptions are needed to the figure. ഇതിന്റെയൊക്കെ കേസ് നിങ്ങൾ ഇത് വളരെ ടഫാണ് പഠിപ്പിക്കാനും അതുപോലെ നിനക്ക് എഴുതി വെക്കാനും വളരെ ടഫാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് സബ്പാർട്ടിലെ പോയിന്റ്സുകളൊക്കെ എഴുതി വെക്കുക. ഇനി അതിന്റെ ആദ്യത്തെ ഒന്നാണ് ഫ്രെയിം ഓഫ് ഡിസ്ക്രിമെന്റ്. അതായത് ലെറ്റ് us consider a random variable theta whose true value is known as let theta equal to theta, theta 1, theta etc. represent mutually exclusive and the values of the possible outcome of theta. അപ്പൊ അതിന്റെ എക്സാമ്പിൾ അവിടെ ഒരു
ഇത് പറഞ്ഞിരിക്കുക, പ്രോബിലിറ്റി പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയായിരിക്കും അത് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് നിൽക്കുക. ഇത് അത്രയും എളുപ്പത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു 3-4 ഇതുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. The belief functions, the assignment of the basic probability, we can define the lower and upper bounds of the interval representing a precise probability of a set. So നമുക്ക് അതിന്റെ ലോവറും അപ്പറും അതിന്റെ ഒരു പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. This is also bounded by continuous measures of no additive nature known as a belief and possibility. The lower bound belief for a set is defined to the sum of the basic probability assignments of a proper subset be a set of the. ഇത് നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം ഒരു ബിലീഫ് ഫംഗ്ഷൻ, അതായത് ഒരു പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 3 ഹെഡ് ചൂസ് ചെയ്യാണ് വരാവുന്ന പ്രോബബിലിറ്റീസ്. അപ്പൊ അതിനെ നമ്മളൊരു വാല്യൂസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന. അപ്പം അത് നിങ്ങളൊന്ന് നോക്കുക. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും നിങ്ങളൊന്ന് നോക്കുക. ഇനി റൂൾസ് ഓഫ് കോമ്പിനേഷൻസ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റേ നമ്മുടെ DS തിയറി, ദ മെഷർ ഓഫ് പോസിബിലിറ്റി ആൻഡ് ബിലീഫ് ആർ ടേക്കൻ ഫ്രോം ദ കമ്പൈൻഡ് അസൈൻമെന്റ്. ഇതിന്റെ ബിലീഫ് ഫംഗ്ഷനും ഇതിന്റെ എല്ലാവരും കമ്പൈൻഡ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അടുത്തത് ഫസി ആൻഡ് റഫ് സെറ്റ്. ഈ ഫസി നിൽക്കുന്ന അപ്പൊ നമ്മൾ നേരത്തെ നിൽക്കുന്ന we discussed the PL and FOPL system for making inference and solving problem. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു എക്സ്പേർട്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ആ പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. ഇനി ഫസി സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ദ സിംബോളിക് ലോജിക് സിസ്റ്റം ലൈക്ക് PL and FOPL we have studied so far. Any closed formula has a truth value. We must be binary, true or false. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞൊരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനെ. However, in our everyday experience we encounter problem the description of which involves some of ways because of which the statements of situation it is not possible to assign a value true or false. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ പറയുന്നു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് ട്രൂ വാല്യൂ ആയിരിക്കും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിന്റെ ഒരു വാല്യൂസ് ഫോൾസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ വാട്ടർ ഈസ് ടു ഹോട്ട് ആഡ് നോർമൽ വാട്ടർ ടു മേക്ക് എ കംഫർട്ടബിൾ ഫോർ മേക്കിംഗ് ബാത്ത്. ഇപ്പൊ നമുക്ക് ഒരു വെള്ളം ചൂടാക്കുമ്പോൾ വളരെ ഹോട്ട് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു കംഫർട്ടബിൾ സ്റ്റേറ്റിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ നോക്കും, അത് ഹോട്ട് ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതല്ല ഒരു കംഫർട്ട് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അതായത് അതിന്റെ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം. ഇത് എവർ സ്റ്റേജ് ഫോർ ദ നമ്പർ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ഈസ് കോൺവേർട്ട് ടു ഹോട്ട് ആഡ് കംഫർട്ടബിൾ. It is not possible to tell when exactly water is too hot when water is at a normal temperature, when exactly water is comfortable for a taking bath. For example, we cannot tell the temperature T such that the water temperature T or less than the values can be associated with the statement water is too hot and is the same time truth value true and also associated with the same statement water is too hot when the temperature of the water is said at the degree T+1, T+2, etc. അതായത് നമുക്കറിയാം, നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന കണ്ടീഷനെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്ന ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിരിക്കും. ഇതൊരു ഫയലിലേക്ക് ഫസ്റ്റ്നെസ് ഇൻ എ നാച്ചുറൽ ലാംഗ്വേജ്. അതായത് ഒരു ഹെൽത്തി പേഴ്സൺ ഉണ്ടായിരിക്കാം. വി കനോട്ട് ഈവൻ enumerate all the parameters that determine health, and even the more difficult to tell for what the values of a particular parameter mean to a basically healthy or an observer. അപ്പം ഒരാള് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള വരുന്ന പാരാമീറ്റേഴ്സ് എന്തായിരിക്കും.
ഇനി ഓൾഡ് യങ് പേഴ്സൺ, ഇപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആണെങ്കിൽ നമുക്കറിയാം അയാൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഓരോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ്നെസ് ഉണ്ടായിരിക്കുന്നത്. ഓൾഡ് ഓർ യങ് പേഴ്സൺ ഇസ് നോട്ട് പോസിബിൾ ടു ടെൽ എക്സാക്ട്ലി അപ്പോൾ exact with the age one is the younger, and by the addition of 1 day to the 1 day of the age and one become older, we age gradually. Aging is a continuous process. ഇത് നമുക്കറിയാമല്ലോ, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി സ്വീറ്റ് മിൽക്ക് ആഡ് സ്മോൾ ഷുഗർ ക്യൂബ് 1 at a times of the glass of the milk and go on adding up to say 100 small cubes. അതായത് സ്വീറ്റ് മിൽക്ക് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അതിൻ്റെക്ക് ക്യൂബ്സ് ആഡ് ചെയ്ത് സ്മോൾ ഷുഗർ ക്യൂബ് 1 at a time to a glass of milk and go on adding up to, അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുകയായിരിക്കണം. യൂഷ്വലി വിത്തൗട്ട് ഷുഗർ വി മേ ടേക്ക് ദ മിൽക്ക് ഈസ് നോട്ട് സ്വീറ്റ്, or with the addition of each 1 small sugar particle the sweetness gradually increases. നമ്മളത് ക്യൂബ് നമുക്കറിയാം, ഓരോ ക്യൂബ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ്. ഇറ്റ് ഈസ് ഫൗണ്ട് possible to say that after addition of 100 small cubes of sugar the milk becomes sweet. Until addition 99 small cubes it was not sweet. ഇത് നമുക്ക് തന്നിരിക്കുന്ന 100 സ്വീറ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സ്വീറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 99 ആണെങ്കിൽ നമ്മൾ അത് സ്വീറ്റ് ആണെന്ന് പറയുന്നില്ല. അതിനാണ് പൂള്, പോണ്ട്, ലേക്ക്, സീ, ഓൺഷിന്. അപ്പൊ നമുക്കറിയാം പൂൾ എന്ന് പറഞ്ഞാലും പോണ്ട്, ഇതിനകത്ത് എല്ലാം വാട്ടറിന്റെ വാട്ടർ ബോഡീസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മളിപ്പം ഒരു മിൽക്ക് സ്വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളറിയാം അതിൻ്റെ അകത്തോട്ട് ക്യൂബ് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തെല്ലാം ഓരോ വാട്ടർ ബോഡീസ് ഉണ്ടായിരിക്കും. ഫോർ എ ഡിഫറെന്റ് സൈസ്ഡ് വാട്ടർ ബോഡീസ് വി ക്യാൻ സേ ദാറ്റ് വെൻ എക്സാക്ട്ലി എ പൂൾ ബിക്കംസ് നമുക്ക് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. പൂളും ലേക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ സീയും അതും തമ്മിൽ ഒരുപാട് ആയിരിക്കുന്ന വിച്ച് എക്സാക്ട്ലി എ പോണ്ട് ബിക്കം എ ലേക്ക് ആണ്. അതായത് ഇതിനകത്തൊരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കും, പക്ഷെ രണ്ടും ഡിഫറെന്റ്. വൺ ഓഫ് ദ റോസ് ഫോർ ദ ഫൈറ്റ് ഓഫ് പ്രോബ്ലംസ് ഇൻ യുവർ എബിലിറ്റി ടു അസോസിയേറ്റ് വൺ ഓഫ് ദ ടു ട്രൂത്ത് വാല്യൂസ് ടു സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും രണ്ടിനകത്തും വാട്ടർ ബോഡീസ് ഉണ്ടായിരിക്കാം എന്തിരിക്കണം. ഈസ് ഡ്യൂ ടു ദ യൂസ് ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് words like hot, good, beautiful, etc. Each of these words does not denote something constant, but it is a sort variable. The content of a particular usage of such a word may delimit the scope of the word in a variable. The range of values in some case for some place of words may vary large, can be seen through the following statements. Dinosaurs ruled the earth for a long period. It has not rained for a long period, say about 6 months. It has not rained for a long period. I had to wait for the doctor for a long period, about 6 hours. അപ്പൊ നമ്മൾ ആ ഓരോന്നിനകത്ത് നോക്കണം. ഡൈനോസേഴ്സ് ഇവിടെ ഉണ്ടായെന്ന് പറയുന്നതായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഇയറിന്റെ പറഞ്ഞാൽ about a millions of years ആണ്. റെയിൻഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് സേ അബൌട്ട് 6 months. ഇപ്പൊ ഒരു ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് അപ്പൊ ഇതിനകത്ത് എല്ലാം നമ്മൾ ഓരോന്നിന്റെ ഒരു കേസിൽ ആ ഓരോ ഇതിനെ ബേസ് ചെയ്തിരിക്കും, ആ ഒരു തിയറിയെ ബേസ് ചെയ്തിരിക്കും. അതായത് നമ്മളൊരു ഡൈനോസർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുവാണെങ്കിൽ അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പായിരുന്നു. അതുപോലെ തന്നെ റെയിൻഡ് ഉണ്ടായിരിക്കും, നമുക്ക് പറയാം 6 months ബാക്സ് വരെ നമുക്ക് ട്രെയിൻ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റും. ഫസി തിയറി പ്രൊവൈഡ് മീൻസ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഫസി തിയറി പറയുന്നതിനുള്ളതാണ്. ഫസി തിയറി മേ ബി ത്രൂ എ ടെക്നിക് ഫോർ ഫോർവേഡിങ് continuation to the otherwise binary discipline like a PL and a color. We explain using fuzzy concept and rules which like the ones quoted below. We are human being to solve a problem. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. മെൻഷൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ഓഫ് കൺസെപ്റ്റ് ഓഫ് എ റോഡ് മേ കൺസിസ്റ്റ് ഓഫ്. Let us recall the case of crossing a road. Discussing in unit 1 to block 1 we have mentioned that step by the. അപ്പൊ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നു. Knowing exactly the distance of various vehicles on the path to the following to the crossover. Knowing the vehicle and acceleration of the various vehicles moving on the road within a distance of say
1 kilometer. Newton's law of motions and derives lights. Calculating the time and would be taken by each of the various vehicles to reach. Adjusting dynamically our speed on the path so that the collision take place with any of the vehicles moving on the road. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പാസ് ചെയ്യാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ റൂൾസും ഇതും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഫസി സെറ്റ്. അപ്പം നിങ്ങൾ മുമ്പത്തെ ഒരു കേസിന് ഫസി സെറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനെ ഉപയോഗിക്കും. ഇൻ കേസ് ഓഫ് ക്രിബ്സ് സെറ്റ് we have the concept of equality of set, subset of a set and a member of a set as illustrated by a. അപ്പം ഈക്വാളിറ്റി ഓഫ് ടു സെറ്റ്സ് അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുമ്പോൾ 1 4 3 5 4. അതായത് ആ ഓർഡർ മാത്രമേ തിരിച്ചിട്ടുള്ളൂ. അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ബി 4 1 3 5 സി 1 3. Then a set is equal to set B denoted by A is equal to B and A is not equal to C denoted by. അപ്പം 1 4 3 5 4 3 1 5 നിങ്ങളുടെ ക്വിഡ് സെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ അറിയാം ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് എ ഈക്വൽ ടു ബി എന്ന് പറയാം. സിക്കകത്ത് ഒരു ക്യൂ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഇതിനകത്തൊരു കൺസിഡർ സബ്സെറ്റ് ഉണ്ടാക്കണം. എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചു. അതിനകത്ത് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുമ്പോഴത്തേക്കും എ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7. എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം കൂടെ കൂട്ടിയിരിക്കുന്നു. ബി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സബ്സെറ്റ് എടുത്തു. സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഇല്ലാത്തത് നമ്മളൊരു ഇതെടുക്കുകയാണ് 4 ഉം 8 ഉം. ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഡിനോട്ടഡ് ബൈ ഇരിക്കുന്നത്. ഓൾസോ സി ഈസ് നോട്ട് എ സബ്സെറ്റ് ഡിനോട്ടഡ് ബൈ സി നോട്ട് ഈക്വൽ ടു എ. അപ്പം എയുടെ ഒരു സബ്സെറ്റ് ആണ് ബി എന്ന് പറയാം. കാരണം അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്ന 4 1 3 5. നമ്മൾ എ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സെറ്റ് എടുത്ത് വെച്ചു. ബി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സബ്സെറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. സി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഇല്ലാത്ത ഒരെണ്ണോട് എടുത്ത് വെച്ചു. അപ്പൊ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ അതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ അതിനകത്ത് ഫസി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കറസ്പോണ്ടിങ് ചെയ്ത ഡെഫിനേഷൻ ആയിട്ട് അതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിൾസ് വെച്ച് എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കറസ്പോണ്ടിങ് ടു എ ഡെഫിനേഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫസി സെറ്റ്. ഇൻ ഓർഡർ ടു ഡിഫൈൻ എ ഫസി സെറ്റ്, ദ കൺസെപ്റ്റ് കറസ്പോണ്ടിങ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി ഓഫ് സെറ്റ്, സബ്സെറ്റ് ആൻഡ് മെമ്പർഷിപ്പ് ഓഫ് എ സെറ്റ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ട. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു ഇപ്പൊ മനസ്സിലായി കാണും. നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഒരു 2-3 ടേബിൾ അത് കൂടുതൽ പറയാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് അങ്ങനത്തെ 2-3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഫസി സെറ്റ് റെപ്രസെന്റേഷൻസ് എങ്ങനെയായിരിക്കും ഫസി സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അതിന് ക്രിബ് സെറ്റ് വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ എ യോഗം ബി, എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയൊക്കെ. അതായത് എയിലും ബിയിലും ഉള്ളതായിരിക്കും നമ്മൾ ആ മാത്സിലെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് വെച്ചിരിക്കുന്ന ആ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് യൂണിയനും ഇന്റർസെക്ഷൻ. എ യൂണിയൻ ബി. ഫോർ ക്രിബ് സെറ്റ് we have the operation of a union, intersection and completions of illustrate എന്നിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നിട്ടുണ്ട് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും ഉള്ളതായിരിക്കും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും രണ്ടിലും ഇതായിട്ട് വരുന്നത് എയിലും ബിയിലും ഉള്ളത് ഇന്റർസെക്ട്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. അതിന്റെ പല പല എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് now we discuss 3 operation wise concentration, dilations and normalization. They are relevant on a fuzzy set and can be discussed in the Cripps set. The concentration of a set A is defined. The concentration of a set എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. കോൺ ഓഫ് എ അതിന്റെ ഒരു ഇക്വേഷൻസ് ഉണ്ട്. അത് അതേപടി പഠിച്ചത്. അപ്പൊ അതിനകത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള എക്സാമ്പിൾസ് ആണ്. ഇഫ് A equal to Mohan by 5, Sohan by 9, John by 7. അതായത് അതിൻ്റെ അകത്ത് ഒരു ഏത് കോൺസെൻട്രേഷൻ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ റെസ്പെക്ട് ടു ദ കോൺസെൻട്രേഷൻ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ അസോസിയേറ്റഡ് റൂൾസ് ആൻഡ് ബീയിങ് between 0 and 1 and squaring becomes smaller. In other words, the values
concentrate towards 0. The part may be used for giving increasing emphasis on the concept if brightness of an article. Very bright may be obtained in terms of CON bright. Dilution or opposite of concentration. Dilution എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ശബ്ദം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദ അസോസിയേറ്റഡ് വാല്യൂസ് ദർ ആർ ബിറ്റ്വീൻ രണ്ടും 0 and 1 ആയിരിക്കും. ഓൺ ടേക്കിംഗ് സ്ക്വയർ നോട്ട് ഗെറ്റ് ഇൻക്രീസ് ഇഫ് ദ വാല്യൂ ഇസ് അസോസിയേറ്റഡ് വിത്ത് എക്സ് വാസ് 0 or 0, 1 before dilating the values associated with the x after the dilation became 1 then times of the original values. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ ഇൻ എ ഫസി സെറ്റ്. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും അതായത് കോൺസെൻട്രേഷൻ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഇക്വേഷൻ, ഡയലേഷൻ എന്തായിരിക്കും എന്നുള്ളതിന്റെ നോർമലൈസേഷൻസിന്റെയും ഇക്വേഷൻസ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. 3 പാർട്ടുണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എക്സാമിനൊന്നും കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ടോപ്പിക്കിന് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് പഠിച്ചിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഡീപ്പായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് വേണം ഇരുന്നിട്ട് പറയേണ്ട ഒരു സംഭവമാണ് ഇരിക്കുന്നത്. റിലേഷൻ ആൻഡ് ഫസി റിലേഷൻ. വി നോ ദാറ്റ് അവർ ഏരിയൽ ബൈക്ക് നമുക്ക് ഫസി റിലേഷൻ എന്താണ്, ഫസി സെറ്റ് എന്നാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് റിലേഷനും ഫസി റിലേഷനും നമ്മൾ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. വി നോ ദാറ്റ് ഫ്രം ഏരിയൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ മാത്തമാറ്റിക്സ് ദാറ്റ് എ റിലേഷൻ ഫ്രം എ സെറ്റ് A to set B in a subset A into B. For example, the relation father may be written as Dasarath Rama, which is a subset of A into B, where A and B are the set of persons living or dead. The relation of age may be written also. Age എങ്ങനെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Where A is a set of living and B is a set of number of denoting years. അടുത്ത ഫസി റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ എ ഫസി സെറ്റ് every element of universal set of occurrence with some degree of membership. A fuzzy relation may be defined as a different ways. One of the way defining fuzzy relation to assuming the underlying set of subset discussed below. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ ഞാൻ ഇന്നുകൊണ്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഓക്കെ, ബൈ.